ഹായ്. അങ്ങനെ രേണുസുധിയെ സഹായിക്കാൻ പോയതിന് പിന്നാലെ പ്രശസ്ത നടിയും സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള സീമാജി നായർ പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം രേണുവിനെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കാൻ പോയതാണ് പുള്ളിക്കാരി. പക്ഷെ അങ്ങനെ പോയ വേളയിൽ രേണുസുധി തന്നെ ഈ പറഞ്ഞ സീമാജി നായർക്കിട്ട് 8 പണി കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള പല വീഡിയോകളും നിങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ കണ്ടു കാണും. പലർക്കും ഇതിനെ കുറിച്ച് കൃത്യമുള്ള ഒരു വ്യക്തത കിട്ടിക്കാണില്ല. ആരും പേടിക്കണ്ട, കേക്കണ്ടല്ലോ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സംഭവത്തെ കുറിച്ച് ഒരു ക്രിസ്റ്റൽ ക്ലാരിഫിക്കേഷൻ എന്തായാലും കിട്ടും. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി തന്നെ സംസാരിക്കാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ രേണുവിന്റെ തന്നെ സ്റ്റെപ്പ് സൺ ആയിട്ടുള്ള കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രേണു ഇപ്പം താമസിക്കുന്ന വീടിന് സ്ഥലം കൊടുത്ത വ്യക്തിയായിട്ടുള്ള ഫാദർ നോബൽ ഫിലിപ്പ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. നോബൽ ഫിലിപ്പ് എന്തൊക്കെയായിരുന്നു പറഞ്ഞെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. രേണുവും കിച്ചുവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായ സാഹചര്യത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞെന്തായിരുന്നു, ഇനി രേണുവിനെ കുറിച്ച് ഇനി ഒരു അക്ഷരം വേണ്ടി കഴിഞ്ഞാണെങ്കിൽ ഈ നാട്ടിൽ വന്ന് കാണിച്ച പല തെമ്മാടിത്തരങ്ങളും ഞാൻ പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറയും, അതോടെ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നൊക്കെയായിരുന്നു ഫാദർ നോബൽ ഫിലിപ്പ് പറഞ്ഞിരുന്നത് അല്ലേ. അതിന് പിന്നാലെ ഈ കിച്ചുവിനെ നാറ്റിക്കാൻ വേണ്ടി 2 കൊല്ലം മുന്നേ കിച്ചുവിനെ പോലീസ് വണ്ടി ഓടിച്ച് പിടിച്ചൊരു സംഭവം കൂടി പുള്ളിക്കാരൻ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അതെടുത്ത് റിയാക്ട് ചെയ്തതുമാണ്. പലരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അതിന് പിന്നോടിയായിട്ട് ഒരു സ്ത്രീ ഈ പറയുന്ന ഫാദർ നോബൽ ഫിലിപ്പിനെ വിളിക്കുകയും നല്ല പൊലാട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് അവസാനം ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് സീമാജി നായർ രേണു വിഷയത്തെ കുറിച്ച് തന്നെ ഡീറ്റെയിൽഡ് ആയി പറയേണ്ടതുണ്ട്. സംഭവം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ രേണു ഒരു ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ രേണുവിനെ സന്ദർശിക്കാൻ വേണ്ടി ഈ പറഞ്ഞ സീമാജി നായർ തീരുമാനിച്ചു. അങ്ങനെ രേണുവിനെ കോട്ടയത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കണ്ടു. രേണുവിന്റെ കൂടെ ഒരു സെൽഫി എടുത്തു. ആ സെൽഫി പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ ഫോട്ടോ കാണെങ്കിൽ പുള്ളിക്കാരി ഒരു ക്യാപ്ഷനും കൊടുത്തു. ഞാനൊന്ന് വായിച്ചു തരാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ക്യാൻസർ എന്ന അസുഖം അവരവരുടെ തെറ്റുകൊണ്ട് വരുന്നതാണോ? അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിച്ചത് കൊണ്ട് വരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ രോഗം പിടിപെട്ട ആരും തെറ്റുകാരോ കുറ്റക്കാരായിരുന്നില്ല. ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യ സ്നേഹിയും ആരെയും ഉപദ്രവിക്കാത്ത ആളുമായിരുന്നു എന്റെ അമ്മ. നമുക്ക് കഴിക്കാനില്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുപ്പ് പുകയണം എന്ന് കരുതിയ സ്നേഹനിധി. കഷ്ടപ്പെട്ടതിൽ 90% മറ്റുള്ളവർക്ക് കൊടുത്ത ആൾ. അമ്മയ്ക്ക് ഇത് വന്നപ്പോൾ തകർന്നു പോയി എല്ലാവരും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു അസുഖം വരുമെന്ന്. ഇത് വന്നു പോകുന്നതല്ലേ. ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഇതിന്റെ ദുരിതത്തിൽ പെട്ട് തകർന്നു പോകുന്ന കാഴ്ചകൾ എന്നുമുണ്ട്. പലതും കാണാനുള്ള കെൽപ്പില്ല. ഈ മഹാമാരിയെ തുടച്ചു നീക്കാനും കഴിയുന്നുമില്ല. ഇതാണ് സീമാജി നായർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഫോട്ടോയും പോസ്റ്റും എന്ന് പറയുന്നത്. സീമാജി നായർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് രേണുസുധിക്ക് ക്യാൻസർ വന്ന സാഹചര്യത്തിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രേണുസുധിയുടെ കയ്യിലിരിപ്പോണ്ട് കിട്ടിയതാണ് രേണുസുധിക്ക് ക്യാൻസർ. ഒരുപാട് അഴിഞ്ഞാടി നടന്നതുകൊണ്ടും ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ തുണി അയച്ച് കാണിച്ചത് കൊണ്ടും രേണുവിന് കർമ്മയായിട്ടും ദൈവം കൊടുത്തതുമാണ് ക്യാൻസർ എന്ന അസുഖം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരു മറുപടി ആയിട്ടും കൂടിയാണ് സീമാജി നായർ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. സീമാജി നായർ ഇവിടെ കൃത്യമായി പറയുന്നത് എന്താണ്, സമൂഹത്തിൽ മോശമായി നടക്കുകയും മോശമായി ചിന്തിക്കുകയും മോശമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ക്യാൻസർ വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നല്ലോ, അവര് ഞാൻ കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയാണ്. അങ്ങനെയുള്ള അവർക്ക് ക്യാൻസർ വന്നെങ്കിൽ അത് കർമ്മഫലം കൊണ്ടാണോ എന്നൊരു ചോദ്യമാണ് ഇവിടെ സീമാജി നായർ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. വളരെ നല്ലൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണത് അല്ലേ. അല്ലെങ്കിലും ഒരാൾക്ക് ഒരു അസുഖം വരുന്ന സമയത്ത് അത് കർമ്മ കൊണ്ടാണ്, മറ്റേത് കൊണ്ടാണ്, മറിച്ചേത് കൊണ്ടാണെന്നൊക്കെ പറയുന്നത് വളരെ മോശം പ്രവണത തന്നെയാണ്. അത്തരക്കാരുള്ളത് പറയാലോ എനിക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്കൊരു അസുഖം വരുന്നതും വരാത്തതും ഒക്കെ കർമ്മ കൊണ്ടാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ സീമാജി നായർ പറഞ്ഞ പോലെ ലോകത്തിലെ എത്രയോ നല്ല ആളുകൾക്ക് വലിയ വലിയ മഹാമാരികൾ പിടിപെടുന്നു, അവരൊക്കെ മോശക്കാരായതുകൊണ്ടാണോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ മനുഷ്യത്വമില്ലായ്മയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എങ്ങനെയാണല്ലേ ഒരു അസുഖം പിടിപെട്ട് കഷ്ടപ്പെടുന്ന ഒരാളെ നോക്കി നിനക്കൊക്കെ കർമ്മഫലം കൊണ്ട് നിനക്ക് കിട്ടിയതാടാ ഇതോ എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്? എനിക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി. കാരണം അസുഖത്തിന് തീവ്രത എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ കർമ്മഫലം കൊണ്ടാണ് ഒരാൾക്ക് അസുഖം പിടിപെടുന്ന തരത്തിലുള്ള കോൺസെപ്റ്റുകളോട് സീമാജി നായരെ പോലെ തന്നെ എനിക്കും യോജിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് അസുഖം വന്നോ അവരാരായാലും ചേർത്ത് പിടിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് നമ്മുടെ ശത്രു ആണെങ്കിലും ശരി. ശത്രുതയൊക്കെ നമുക്ക് അസുഖം മാറിയതിനു ശേഷം മാറ്റാന്നേ. പക്ഷെ എന്ന് കരുതി ഒരാൾക്ക് അസുഖം വന്ന സാഹചര്യത്തിൽ എന്ത് തോന്നിയാസം കാണിച്ചാലും കൈയും കെട്ടി നോക്കി നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. തോന്നിയാസം എപ്പം കാണിച്ചാലും നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യണം. ഇവിടെ അത്തരത്തിലുള്ള ഒരു തോന്നാസ്യം ഈ രോഗം വന്ന സാഹചര്യത്തിലും രേണുവിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ സീമാജി നായർ ഇട്ട ഫോട്ടോ എല്ലാവരും കണ്ടല്ലോ, ക്യാപ്ഷൻ എല്ലാവരും വായിച്ചല്ലോ. എന്തായാലും സീമാജി നായർ ഇങ്ങനെ ഒരു ഫോട്ടോ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ രേണുസുധി എന്ത് ചെയ്തെന്ന് അറിയോ? ഈ ഫോട്ടോയിൽ തന്നെ AI ഉപയോഗിച്ച് ചില മാറ്റങ്ങൾ അങ്ങ് വരുത്തി. ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചില സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തു. എന്നിട്ട് രേണുസുധിന്റെ അക്കൗണ്ടിൽ ഈ ഫോട്ടോ അങ്ങ് റീപോസ്റ്റ് ചെയ്തു. നിങ്ങളോട് പറയാനാണെങ്കിൽ ആ ഫോട്ടോ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഈ രേണുവിനെ ഞാൻ വെറുത്തു പോയി എന്നുള്ളതാണ്. ഈ രോഗം വന്ന സാഹചര്യത്തിലും എത്രത്തോളം ക്രൂക്കഡ് മെന്റാലിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഇവരെന്നുള്ളത് ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. സംഭവം
സംഭവം മറ്റൊന്നുമല്ല, സീമാജി നായർ രേണുവിന്റെ കൂടെ പോസ്റ്റ് ചെയ്ത ഫോട്ടോക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സംഭവങ്ങൾ മാറ്റം വരുത്തി. മെയിൻ ആയിട്ട് ICU എന്നുള്ള ബോർഡ് അതിന് പിന്നിൽ ആഡ് ചെയ്തു. അതുകൂടാതെ കുറച്ച് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ സംഭവങ്ങളും അതിന് പിന്നിൽ ആഡ് ചെയ്തു. ഞാൻ വേണമെങ്കിൽ 2 ഫോട്ടോയും ഇവിടെ സൈഡിൽ കൊടുക്കാം. സീമാജി നായർ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അതുപോലെ തന്നെ രേണു സുധി പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ രണ്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. എന്ത് വലിയ ഡിഫറൻസ് ആണല്ലേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി രേണു സുധി സീമാജി നായർ മൊത്തമുള്ള ഫോട്ടോക്ക് ഇങ്ങനെ കുറച്ച് എഡിറ്റ്സ് കൊടുത്ത് മാറ്റം വരുത്തി പോസ്റ്റ് ചെയ്തതിന് പിന്നിലുള്ള കാരണം കൂടി ഞാൻ പറയാം. അത് കേൾക്കുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് രേണുവിനോട് കൂടുതൽ ദേഷ്യം തോന്നുക. ഇങ്ങനെ ഒരു ഫോട്ടോ കാണുമ്പോൾ ആളുകൾ എന്തായിരിക്കും ചിന്തിക്കുക? ഈ പറയുന്ന രേണു സുധിയെ സീമാജി നായർ ICUവിൽ പോയി കണ്ടു എന്നുള്ളതായിരിക്കും ഇത് കാണുന്ന ഏതൊരാളും ചിന്തിക്കുക, അല്ലേ? ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു രോഗി ICUവിൽ കിടക്കുന്ന സമയത്ത് ICUവിനകത്ത് പോയി ആ രോഗിയെ കാണാനുള്ള പെർമിഷൻ ഏതെങ്കിലും വിസിറ്റേഴ്സിനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് എന്റെ അറിവ്. കാരണം ഇൻഫെക്ഷൻ കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണത്. അവിടേക്ക് ഒരു സന്ദർശകരെയും അലോ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ICU എന്നുള്ള ബോർഡും തൂക്കിയിട്ട് സീമാജി നായരുടെ കൂടെയുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തതിനുള്ള പിന്നുള്ള ഇന്റൻഷൻ എന്താണ് രേണുവിന്റേത്? നിങ്ങൾ അതിനെ ചിന്തിച്ചു നോക്കിയാൽ മതി. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുക. സീമാജി നായരെ പോലുള്ള ആളുകൾ എന്നെ ICUവിൽ വന്ന് കണ്ടു എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വരുത്തുക. അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാർ ഇങ്ങനെ ഒരു എഡിറ്റ് വരുത്തി ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. എന്തായാലും രേണു സുധിയുടെ ഈ ഒരു ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ പലരും ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്ന് കേട്ടു. ആരാണ് സീമാജി നായർക്ക് ICUവിൽ കയറി രേണുവിനെ കാണാനുള്ള പെർമിഷൻ കൊടുത്തതെന്നൊക്കെ പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി സീമാജി നായർ ICUവിൽ പോയിട്ടൊന്നുമല്ല രേണുവിനെ കണ്ടത്, ഹോസ്പിറ്റലിൽ വാടി പോയിട്ടാണ് കണ്ടത്. പക്ഷെ രേണു ഫോട്ടോനെ എഡിറ്റ് വരുത്തിയിട്ട് അത് ICUവിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതോടെ സീമാജി നായരും എയർലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനായിരുന്നു രേണു പാവം ആ സ്ത്രീയെ എയർലാക്കാൻ നിന്നത്? ഇതൊക്കെ വളരെ മോശം സംഗതിയാണെന്ന് പറയാതെ വയ്യ. എന്തായാലും രേണു സീമാജി നായരും മൊത്തമുള്ള ഇങ്ങനെ ഒരു എഡിറ്റഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ രേണുവിന്റെ സുഹൃത്തായിട്ടുള്ള അൻഷാദ് എന്ന് പറയുന്നവൻ സീമാജി നായർ രേണുവിന് ICUവിൽ പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു. അവിടെ ഇപ്പൊ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. പുള്ളിക്കാരൻ ആ ഫോട്ടോ മുക്കിയെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഒരു ഫോട്ടോ അൻഷാദ് എന്ന് പറയുന്നവൻ ചെയ്തതിന് പിന്നാലെ രേണു എന്ത് ചെയ്തെന്ന് അറിയോ? സംഭവങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഒരു ലൈവ് അങ്ങ് പോയി. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICUവിൽ കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ ആ ഒരു പിക്ക് AI പിക്കാണ്. ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട്, എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, ICU കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്. അല്ലാതെ അത് എല്ലാവർക്കും കണ്ടാൽ അറിയാം AI ആണ്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അറിയാമല്ലോ. ആരും ICUവിൽ കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത് ദയവേത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ക്യാൻസർ ആയിട്ട് എനിക്ക് ഏതായാലും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. ശരി, ഇവിടെ ആരെയാണ് ക്രൂശിച്ചത്? രേണു മര്യാദയ്ക്ക് നിങ്ങളൊക്കെ വന്ന് കണ്ടൊരു സ്ത്രീയെ പബ്ലിക്കിന് മുന്നിൽ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? അങ്ങനെ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ICUയുടെ ബോർഡും തൂക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അത് കാരണം ആ സ്ത്രീ എത്രത്തോളം അനുഭവിച്ചു, അവർക്ക് എത്രത്തോളം ചീത്തവിളി കേട്ടു. കാണുന്ന എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞ പോലെ ആ ഫോട്ടോ AI ആണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ചുമ്മാ എല്ലാത്തിനും ഉത്തരവാദിത്വം ആ അൻഷാദിനെ തലയിലിട്ട് കൈ മലർത്തല്ലേ രേണു. ഇതിനെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ സീമാജി നായരൊപ്പം ICUവിൽ നിൽക്കുന്ന ഫോട്ടോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എല്ലാം തുടങ്ങി വെച്ചിട്ട് എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ കൈ മലർത്താനുള്ള നിങ്ങളുടെ കഴിവുണ്ടല്ലോ, സമ്മതിച്ചെന്ന് കേട്ടോ. അല്ലാതെ ആദ്യമായിട്ടൊന്നല്ല രേണുവിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാകുന്നത്. മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എന്നെ എല്ലാവരും കാണാൻ വന്നേ, എന്നെ വളർത്തു മകനായിട്ടുള്ള കിച്ചു മാത്രം എന്നെ കാണാൻ വന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പുള്ളിക്കാർ വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എന്നിട്ട് ആ പാവം ചെക്കൻ ആ വീഡിയോ കണ്ടിട്ട് രേണുവിനെ കാണാൻ പോയി. അന്നേരം സംഭവിച്ചെന്താണ്? ആ ചെക്കനെ രേണു കാണാൻ പോലും കൂട്ടാക്കിയില്ല. അവരങ്ങ് അപമാനിച്ചു വിട്ടു. എന്നാൽ അവൻ നിവൃത്തി കേടുകൊണ്ട് രേണുവിനെതിരെ ഒരു വീഡിയോ ഇട്ട് വന്നു. അതിനുശേഷം രേണു കാണിച്ചു കൂട്ടിയത് എന്താണെന്നുള്ള നമ്മളെല്ലാവരും കണ്ടതാണ്. രോഗിയായിട്ടുള്ള എന്നെ ക്രൂശിക്കുന്നേ, രോഗിയായിട്ടുള്ള എന്നെ കിച്ചു ദ്രോഹിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കരിഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പുള്ളിക്കാർ വീഡിയോ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള സ്ത്രീയുടെ കയ്യിൽ നിന്നും ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും, അത് വേറെ കാര്യം. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് പിന്നാലെ സീമാജി നായർ എന്ത് ചെയ്തെന്ന് അറിയോ? ഷെഫീന ബിയു എന്ന് പറഞ്ഞ യൂട്യൂബറെ വിളിച്ച് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിന് വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം. അവസ്ഥ ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഏകദേശം 4th സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിട്ട്
ഈ ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുക ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്ന് ഷഫീന, ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്. അത് അവന്റെ ഫാമിലിക്ക് അറിയാം. അപ്പൊ ഇതെല്ലാം കിടന്നാകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഷഫീനയ്ക്ക് അറിയാതിരിക്കാം, ഞാൻ കുറെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും കോളേജിന്റെ ഞാൻ പറയട്ടെ മോളെടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർക്കാണ് അത് പറയുന്നത്. എന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല ഷഫി, നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അതറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. അല്ല, സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോ എന്ന് അന്വേഷിക്കത്തില്ല. നമ്മൾ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. അത് മാത്രമല്ല, നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണോ അത് മോളെ അത് എഡിറ്റർ ആണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി കാണിച്ചപ്പോഴാണ് ഞാൻ അല്ല, ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ സത്യമായിട്ടും എനിക്കതിന് ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല, ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഷഫീന എന്റെ കൂടെ അല്ല മോളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാനത് തുറന്നങ്ങ് പറയണത്. എനിക്കങ്ങനെ മറച്ചു വെക്കാൻ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സീമ പറഞ്ഞ് ഞാൻ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും. ഇപ്പൊ വയ്യായ്മ വന്നപ്പം ആ സ്ത്രീക്ക് വയ്യായ്മ ഉള്ളവരുടെ പെയിൻ എന്താന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കണം ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവര് കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരിക്കലും അതെ എനിക്കറിയാം. കാരണം ഞാൻ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ എന്താ പറയുന്നത് രക്ഷാധികാരിയൊക്കെയാണ്. അപ്പം എല്ലാ വർഷവും അല്ല എല്ലാ ദിവസവും എന്നോണം ഇപ്പോഴും ഒരുപാട് പേരുടെ താങ്ങായിട്ട് നിൽക്കുന്ന ആൾ ഒരു രാജീവ് പള്ളുരുത്തിയുണ്ട്. ചിലപ്പോൾ അറിയുമായിരിക്കും ഷഫീനയ്ക്ക്, നമുക്ക് പുള്ളിയാണ് ഈ വീൽ ചെയർ. ഓക്കെ, ഇതാണ് ഷഫീനയും സീമാജി നായരും തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഈ സംഭാഷണത്തിനിടയിൽ ഷഫീന ബി ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ? എന്താണത്? ഇത്രയും തിരക്കുകൾക്കിടയിൽ സീമാജി നായർ രേണുവിനെ ICUവിൽ പോയി കണ്ടു. പക്ഷെ ഫ്രീ ആയിരിക്കുന്ന രേണുവിനെ വളർത്തു മകനായിട്ടുള്ള കിച്ചുവിന് വന്ന് കാണാൻ സമയം കിട്ടിയില്ല എന്നൊരു നറേറ്റീവ് പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ഒരു എഡിറ്റർ പിക്ക് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ ഷഫീന ബി എടുത്ത് സംസാരിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവോ ശരിക്കും? എനിക്കറിയില്ല കേട്ടോ. പിന്നെ രേണു ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റൂല, അങ്ങനെയും ചിന്തിച്ചു കളയും. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ലേ, ഒരുപാട് തിരക്കുകൾക്കിടയിൽ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച്
വെറും കാരുണ്യത്തിന് പുറത്ത് മാത്രം രേണുവിനെ കാണാൻ പോയ വ്യക്തിയാണ് ഈ പറയുന്ന സീമാജി നായർ. അവർക്ക് രേണുവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കോൺട്രവേഴ്സിയും അറിയത്തില്ല, അവരിത് ഫോളോയും ചെയ്യുന്നില്ല, അവർക്ക് അതിന്റെ ആവശ്യവുമില്ല. അവർ വന്ന് കണ്ടു, അവർക്ക് രേണുവിനെ കുറിച്ച് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമെന്ന് തോന്നി, അവരതൊരു പോസ്റ്റാക്കി പബ്ലിക്കിന് മുന്നിൽ ഇട്ടു, അവരവരുടെ പണിയും നോക്കിപ്പോയി. പിന്നെ കാണുന്ന എന്താണ്, ഇവര് പോലും അറിയാതെ ഇവർ പല വിവാദങ്ങളിലും പെടുന്നതാണ്. രേണുസുതി പെടുത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണ് രേണു സഹായിക്കുന്ന എല്ലാവരെയും ഇങ്ങനെ ദ്രോഹിക്കുന്നത്? കൊല്ലം സുധി മരിച്ചത് തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ രേണുവിനെ സഹായിച്ചവരെല്ലാം രേണു ഇതേപോലെ കഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ആ വീടെടുത്ത് കൊടുത്ത ഫിറോസ്, അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കൊടുത്ത ഈ പറഞ്ഞ ബിഷപ്പ്, പുള്ളിക്കാരനെ ഇപ്പൊ പ്ലേറ്റ് മാറിയത് വേറെ കാര്യം, എന്നാലും പുള്ളിക്കാരനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഇപ്പൊ അതാ സീമാജി നായർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ വീണ്ടും വിട്ടുകൊടുത്തു. ഇതിനൊക്കെ ആവശ്യം എന്താണ് രേണു? ഒരു ബുദ്ധിയും ബോധവും ഇല്ല നിങ്ങൾക്ക്? ഈ രോഗം വന്ന അവസ്ഥയിലെങ്കിലും ഒന്ന് അടങ്ങിക്കൂടെ? ഒരു രോഗിയെ ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നതിലും ഉപദേശിക്കുന്നതിലും എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എത്രയ്ക്കായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? കഴിയുന്നതും ഞാൻ രേണു സുധി ടോപ്പിക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒഴിവാക്കി വിടാറാണ് പതിവ്. എനിക്ക് ഈ ടോപ്പിക് എടുത്ത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, അത് ഞാൻ മുമ്പ് ഒരുപാട് വട്ടം പറയാറുമുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നിവൃത്തികളുണ്ട് സംസാരിക്കേണ്ടി വരുന്നതാണ്. ഇങ്ങനെ ഉപകാരം ചെയ്ത ആളുകളെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറ. എന്തായാലും അങ്ങനെ പോകുന്നു സീമാജി നായരും രേണു സുധിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് രേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ബിഷപ്പ് നോബൽ ഫിലിപ്പ് രംഗത്ത് വന്നു എന്നുള്ളത്. അതിന് പിന്നാലെ ബിഷപ്പിനെ ഒരു സ്ത്രീ ഫോൺ വിളിച്ചിട്ട് നല്ലോണം ആട്ടി വിടുന്നുണ്ട്. അതിന് വോയിസ് ക്ലിപ്പ് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനതൊന്ന് കേൾപ്പിച്ചു തരാം. മുട്ട കോമഡിയാണ് മക്കളെ, ബാ നമുക്ക് കേട്ടോക്കാം. അച്ഛോ എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. ആരെ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നേ. എന്റെ പേര് പ്രിയ എന്നാണ്. അച്ഛോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആരാ? എനിക്ക് ആളിനെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ വിളിച്ചതാ. എനിക്ക് മനസ്സിലായില്ല, എവിടുന്ന വിളിക്കുന്നത്, എന്താ വിളിക്കുന്ന കാര്യം? തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നേ. അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തായിരുന്നു മാറ്റർ? അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് പറ്റി ഇപ്പൊ? ഞാൻ എന്ത് ബഹുമാനത്തിന്? ഞാൻ ഒരു കാര്യവും ആരോടും ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കട്ടെ. അച്ഛൻ ഇപ്പോഴും ബഹുമാനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. അച്ഛോ എന്തിനാ അച്ഛോ, പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ ഒക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. അച്ഛോ ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മള് തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ. ഇപ്പൊ തിരുത്തി ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ഛോ, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും, ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന്. എനിക്ക് അവന്റെ ഫോൺ നമ്പർ അറിയത്തില്ല, നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ. കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിംഗ് നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് സിസ്റ്ററെ എവിടെ നിന്ന് പോലും അറിയത്തില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളെന്നെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ അച്ഛൻ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛൻ എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോനൊരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാനത് സിസ്റ്റർ ഇപ്പം ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ. എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്, അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം. പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല.
എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അച്ഛൻ ഞാൻ ഇപ്പൊ അവൻ അവന്റേതായ തൊഴിൽ നോക്കി. ഞാൻ പറഞ്ഞു എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവർ പയ്യൻ ആരെ പീഡിപ്പിച്ചെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പറയത്തുമില്ല. നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെയാ സിസ്റ്റർ എന്നെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവന്റേതായ കാര്യം നോക്കി. അവനൊരു ഒന്നും അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കില് അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത് അല്ലേ? തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർ ക്യാൻസറിന് മെഡിസിൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം. അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് ആ കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോൾ അവരാണ് അത് പുറത്ത് പറയേണ്ടത്. നോബിൾ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പ് അല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവ ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്നു അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് പ്രതികരിക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറം വായിക്കുക. അച്ഛോ ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതം ഉള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ. ഞാൻ കാണാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചു. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാം. അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ വന്ന് ഞങ്ങളെ ഉപദേശിക്കണം. ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകള് ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കാണുന്നില്ലേ? രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അപ്പൊ അല്ലേ അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചിട്ട് അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളെല്ലാം ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ് ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പറയുന്ന അച്ഛൻ ഇത് കൂടുതൽ അച്ഛൻ അറിയത്തില്ല. അതാണ് കാര്യം. അച്ഛൻ അറിയത്തില്ല. വേറൊരു സ്ഥലത്താണ്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ അച്ഛോ ഇനി എന്തെങ്കിലും ആവട്ടെ അച്ഛോ, എന്ത് വേണം ചെയ്യട്ടെ. ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കേട്ടല്ലോ. അച്ഛനെ വാ അടുപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ? ലിറ്ററലി പുള്ളിക്കാരൻ മറുപടി പറയാൻ നിന്ന് വേർത്തെന്ന് തന്നെ പറയേണ്ടി വരും. ആ ലെവലിൽ വാ അടുപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതാണ് ഇന്റർവ്യൂവിൽ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്ന പോലെയല്ല. നേർക്ക് നേര് നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അച്ഛനൊന്നും പറയാനുണ്ടാവില്ല. എന്തായാലും അച്ഛനുള്ളത് നല്ലോണം ഈ സ്ത്രീ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അച്ഛൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാ തുറക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കാര്യങ്ങൾ നിനക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.